സർ, ഗോൾഡ് വർക്കറുടെ ചിത്രത്തിൽ മുന്നിൽ തെറ്റിദ്ധരിച്ച വി.ഡി. സതീശനാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണ. അതോടൊപ്പം തന്നെ മറ്റു മതരാഷ്ട്രവാദികളുടെ പിന്തുണയും വി.ഡി. സതീശന് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന മതരാഷ്ട്രവാദ സംഘടനകൾ എല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രത്യേക സംഘടനയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ. അപ്പം അതുകൊണ്ടായിരിക്കും അവരുടെ ഈ പിന്തുണയൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അതാണ് പറയാൻ വന്നൊരു കാര്യം. വി ഡി സതീശന് മുഖ്യമന്ത്രി ആയാൽ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയായാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഒരു പ്രോ സംഘപരിവാർ രാഷ്ട്രീയം വലിയ തോതിൽ കേരളത്തിൽ വളരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് വളരുമെന്ന്. കാരണം ഇപ്പം തന്നെ വി ഡി സതീശന് വന്നിട്ടുള്ള പിന്തുണ പോലും അദ്ദേഹത്തിന് വലിയ അപകടം ചെയ്യും ഭാവിയിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ PR വർക്ക് മുഴുവൻ ഏറ്റെടുത്തേക്കുന്നത് മീഡിയ വണ്ണും സി ജാവീദും അതുപോലെ നിഷാദ് റാവുത്തറും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിടി മുസ്ലിം ലീഗിനകത്തേക്കുമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ വിജയരാഘവൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. അതുകൂടാതെ നിങ്ങൾ അറിയേണ്ടത് AK ബാലൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടാവും, UDF അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഏതാണ്ട് അതിനോട് അടുപ്പിച്ച കാര്യങ്ങൾ ഞാൻ അന്ന് തന്നെ AK ബാലൻ പറഞ്ഞത് ശരിയാണ്, അതിൽ വസ്തുതകളുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഏതാണ്ട് അതൊക്കെ തന്നെ ശരിയാകാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാവുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. വി ഡി സതീശന് മുസ്ലിം ലീഗ് പിന്തുണ കൊടുക്കുന്നു പറഞ്ഞാൽ മുസ്ലിം പൊതുസമൂഹത്തിനകത്ത് വി ഡി സതീശനാണ് നമ്മുടെ ആൾ എന്ന് പറഞ്ഞ് മീഡിയ വണ്ണും മാധ്യമവും ഒക്കെ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നരേറ്റീവ്. ആ നരേറ്റീവാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ള രണ്ട് വാചകങ്ങൾ. ഒന്ന്, ജനപിന്തുണ വി ഡി സതീശന് കൂടുതലാണ് എന്ന് പറഞ്ഞേക്കണം. അതിൽ യാഥാർത്ഥ്യമുണ്ട്. കാരണം സാധാരണക്കാരായ ആളുകളും ഇത്ര നാളും പ്രതിപക്ഷമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു ജനപിന്തുണ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കീഴ്വഴക്കവും കൂടി നോക്കണം എന്നാണ് രണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അവരുടെ യോഗം ചേർന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം മുസ്ലിം പൊതുസമൂഹത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും മുസ്ലിം പൊതുസമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ നിരവധി പേർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ കാന്തപുരത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ വേറെ അഭിപ്രായങ്ങളുണ്ട്. അവർക്ക് പിണറായി വിജയൻ തന്നെ ഭരിച്ചാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും വലിയ സപ്പോർട്ട് യഥാർത്ഥത്തിൽ സതീശന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത്, ഓൾറെഡി മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ ചേർന്നുള്ള ഒരു ഭരണമായിരിക്കും ഇത് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് വളരെ കൃത്യമായി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. KK അഷ്റഫിനെ പോലും പിന്തുണച്ചതും അവിടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടാണ് SDP സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. ഓക്കെ, നേമത്ത് ഇവർക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേമത്ത് ഇപ്പോൾ ശിവൻകുട്ടിക്ക് പിന്തുണ കിട്ടിയാലും CPM ഭരിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ SDP ആണ് ഭരിക്കണമെന്ന് ആരും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഭരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസമുദായിക സംഘടനകൾക്ക് അവിടെ ചെന്ന് പറയാനോ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രശ്നമാണ്. കാരണം ഒരു പ്രോ ഹിന്ദു പരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രോ സംഘപരിവാർ രാഷ്ട്രീയം ഒക്കെ തന്നെ വളരുന്നതിന്, ഹിന്ദു പരിവാറല്ല സംഘപരിവാർ രാഷ്ട്രീയം വളരുന്നതിന് ഇത് വലിയ തോതിൽ ഇടയാക്കും എന്നുള്ളതാണ് വാസ്തവം. അല്ല, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടില്ലേ? ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഈ പറഞ്ഞ പോലെ UDF-നും മുസ്ലിം ലീഗിനും അനുകൂലമായിട്ട് നടന്നിട്ടില്ലേ? അപ്പം അല്ല, ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് വി ഡി സതീശനും കൂട്ടരും അല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന BJP CPM ഡീൽ എന്ന് പറയുന്നതുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് അവർ തുടക്കമിട്ടത്. അതിലേറെക്കുറെ അവർ 4-5 ദിവസങ്ങളിലേക്ക് വിജയിച്ചിരുന്നു. പക്ഷെ അങ്ങനെ വിജയിച്ച് കഴിഞ്ഞിട്ട് പോലും നമുക്കറിയാം, ഇപ്പോൾ കാന്തപുരം അബൂബക്കറിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള AP സുന്നി വിഭാഗം അവർ വന്ന് പുറത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ കൺസോൾട്ടേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ SDP ഇടതുപക്ഷത്തെ പിന്തുണക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില വേറിട്ട ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഞാൻ താങ്കളോട് പറയാം. അത് ഈ സമസ്ത എന്ന് പറയുന്ന, കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ തന്നെ ഒരു സംഘടന, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവരുടെ താഴെയാണെന്ന് പറയാൻ വേണമെങ്കിൽ അവരുടെ മുകളിലാണെന്നൊക്കെ പറയാവുന്ന സംഘടന EK സമസ്തയുടെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒന്നും സഹായമില്ലാതെ നേരിട്ട് പിണറായി വിജയനുമായിട്ടൊരു ഈ പറയുന്ന പോലെ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ സാധ്യമാക്കിയിരുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി വഴിയാണ് ഇത്തരം കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതല്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ സമസ്തയിൽ തന്നെ ഇപ്പൊ ഉമർ ഫൈസി മുക്കത്തിനെയൊക്കെ തന്നെ വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്ത് ഈ സർക്കാരാണ്. അതായത് ഈ പറയുന്ന ഓരോ സ്ഥലത്തെയും ഈ പറയുന്ന പോലെ പള്ളികളുടെ ഈ പറയുന്ന പോലെ മുത്തലബിമാരുടെ സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ സമസ്തയിലടക്കം ഒരു ഭിന്നിപ്പുണ്ടാക്കാനും കുറച്ച് വോട്ടുകൾ തങ്ങൾക്ക് കിട്ടാനും ഒക്കെ സഹായം
അപായകരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ ഉറപ്പാണ് ഒരു കാര്യം, മലബാറിലും അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലും എല്ലാം തന്നെ വലിയ നേട്ടം മുസ്ലിം ലീഗും അതുപോലെ UDF കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കനകോലിന്റെ റിപ്പോർട്ട് നമുക്ക് ചർച്ച ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ അല്ല കനകോല് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അതാ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ വരുമ്പോൾ തെക്കൻ കേരളത്തിലേക്ക് അത് മറ്റൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് കൺസോൾട്ടേഷനുകളും വർദ്ധിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ PR വർക്കിലൂടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണയിലൂടെയും VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ കേരളത്തിൽ സംഭവിക്കാനുള്ളത് എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. ഏറ്റവും അതുകൊണ്ട് യഥാർത്ഥത്തിൽ വളരുന്നത് BJP ആയിരിക്കും. തീർച്ചയായിട്ടും BJP വളരൂ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അല്ല ഇതിലുള്ള ഇത് പറയാം, ഇതിലുള്ള വലിയൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചോദ്യം മനസ്സിലായി, ഇതിലുള്ള വലിയൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP വളരുമോ ഇല്ലയോ എന്നുള്ളതല്ല എന്നെ ഭയപ്പെടുന്ന ഒരു കാര്യം. എന്നെ ഭയപ്പെടുന്ന ഒരു കാര്യം സംഘപരിവാർ അജണ്ടകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുകയും അവർ വളരുകയും ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമി, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമുദായമാണ് ഒരു വിഭാഗമാണ് കേരളത്തിൽ എന്നുള്ളതായിട്ടൊരു സംശയമില്ല. അവരുടെ വെൽഫെയർ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്ന ഒരു 0.35% താഴെയാണ്. എന്ന് പറഞ്ഞാൽ 1%-നേക്കാൾ 1/3 മാത്രമാണ് വോട്ടുകൾ കിട്ടുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുണ്ടാക്കുന്ന സ്വാധീനം അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന സ്വാധീനം വളരെ വളരെ വലുതാണ്. മനസ്സിലായി? അത് ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ മുസ്ലിം ലീഗിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ്, മീഡിയ വൺ അല്ലെങ്കിൽ അവരുടെ ചർച്ചകളൊക്കെ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. പറ്റില്ല. മാധ്യമം പോലുള്ള ഒരു പത്രത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം ഗൾഫ് മേഖലയിൽ വലിയ കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഇത്തരത്തിൽ സ്വാധീനം ഉണ്ടാക്കൽ വേറൊരു പണിയാണ്. ആ സ്വാധീനം ഈ BJP ഉണ്ടാക്കിയിട്ടുണ്ട്, സംഘപരിവാർ രാഷ്ട്രീയക്കാരും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് CPM BJP ഡീലാണ്, അതുപോലെ ഇപ്പൊ ശബരിമലയാണ്, അതുപോലെ തന്നെ തൃശ്ശൂർ പൂരമാണ്, ഇത്തരത്തിൽ ഇസ്ലാമി. അപ്പൊ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഒരു സ്വാധീനം പലപ്പോഴും കൂടി ഇത് ആളുകൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ന്യൂസ് ക്ലിക്കിന്റെ ഒരു ആളെ പ്രബീർ പുർഗായസ്ഥനൊക്കെ അറസ്റ്റ് ചെയ്തല്ലോ. ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന സംവിധാനം കാണുന്നവരും കേൾക്കുന്നവരൊക്കെ വളരെ കുറവാണ്. പക്ഷെ അവര് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ കാണുന്നവരെയും കേൾക്കുന്നവരെക്കാളും കൂടുതൽ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കുന്ന കുറെ ആളുകൾ മറ്റുള്ള ആളുകളോട് ഡിസ്കസ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന മാഗസിൻ വായിക്കുന്നവരുടെ നമ്പർ വളരെ കുറവാണ്. പക്ഷേ ഇപ്പൊ K ചന്ദ്രപിള്ള എപ്പോഴും പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു, ഔട്ട്ലുക്കിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അദ്ദേഹം പണ്ട്, അതായത് ഞാനൊക്കെ ചെറുതിലായിരിക്കുമ്പോൾ നമുക്കന്ന് വലിയൊരു കാര്യമാണ്, നമ്മൾ അങ്ങനെയാണ് ഔട്ട്ലുക്കൊക്കെ അറിയാനും വായിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ അത് K ചന്ദ്രപിള്ള സംസാരിക്കും. അതായത് ഒരു ഇന്റലക്ച്വൽ ഫ്യൂവലായിട്ട് ഇവരൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്വാധീനം ഇവർക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ സ്വാധീനത്തെ കൊണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കേരളത്തെ രാഷ്ട്രീയത്തെ അത് വലിയ തോതിൽ മാറ്റിമറിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിലൂടെ ആ ഒരു സംഘപരിവാറിന്റെ അജണ്ട അവർ നടപ്പാക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ പല സംവിധാനങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ ആയിരിക്കും. അതോടുകൂടി കേരളവും സംഘപരിവാറിന്റെ കുളക്കീഴിലേക്ക് ആകും. ഒന്ന് ഞാൻ പറയട്ടെ ഇപ്പൊ യഥാർത്ഥത്തിൽ VD സതീശൻ അല്ല UDF അധികാരത്തിലേക്ക് വന്നാൽ തന്നെ ഈ പ്രചരണത്തിന് ആക്കം കൂടും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPയും കൈകാൽവെട്ട് ടീംസൊക്കെ കൂടിയിട്ടുള്ള ഭരണമായിരിക്കും വരുന്നത് എന്ന് പറയുന്ന ഒരു പ്രചരണത്തിന് ഓൾറെഡി ആക്കം കൂട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒന്ന് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്തും ഒക്കെ ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിനൊക്കെ തന്നെ നമ്മൾ മാത്രം സംഘടിക്കുന്നില്ല, ഒരുമിച്ച് നിൽക്കുന്നില്ല എന്ന് പറയുന്ന തോന്നലും, കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന തോന്നലൊക്കെ ഉണ്ടാകാൻ ഇത് വളരെയധികം സഹായിക്കും. അത് ആര് വന്നാലും സഹായിക്കും. പക്ഷെ ആ അപകടം കുറച്ചുകൂടി കൂടുതലായിരിക്കും ആര് വന്നാൽ, VD സതീശൻ വന്നാൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VD സതീശൻ ഇത് മാത്രമല്ല, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് പോലും വരാത്തൊരു വീഡിയോ ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്, വീഡിയോ ക്ലിപ്പ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VD സതീശൻ ഖുറാനെ കുറിച്ച് സംസാരിക്കുന്ന, ഖുറാനെയും അതുപോലെ തന്നെ ഖുറാനെ കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് പുകഴ്ത്തി സംസാരിക്കുന്നത്? കേരളത്തിലോ അല്ല, ഈ പറയുന്ന സാമാന്യ ബോധമുള്ള ആളുകളുടെ ബോധത്തെയൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് VD സതീശൻ സംസാരിക്കുന്നത്. എന്താണ് VD സതീശൻ പറയുന്നത്? സയൻസ് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിനേക്കാളൊക്കെ മുമ്പ് ഇത് ഖുറാനിൽ എഴുതി വെച്ചിരുന്നു, ഖുറാൻ അതിനു മുൻപേ കണ്ടുപിടിച്ചതാണെന്നാണ് പറയുന്നത്. ഈ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്ന ഒരു കാര്യം ജനം വെറുതെ അങ്ങോട്ട് കേട്ടാ പോരാ. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ മറ്റേ കല്ലെറിഞ്ഞു കൊല്ലുകയും തൂക്കിലേറ്റുകയും ഒക്കെ ചെയ്തതിന് ശേഷം മഹാനായിട്ടുള്ള ഗലീലിയോ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് 100 ചാട്ടവാറുകൾ കൊള്ളുകയും അദ്ദേഹത്തെ മാറ്റിപ്പറയുകയും ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ പിന്നീട് ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു മതഗ്രന്ഥത്തിൽ
എഴുതി വെച്ചിരുന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ ഈ പറഞ്ഞ പോലെ പെരും കള്ളം. യഥാർത്ഥത്തിൽ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടോ ആണെങ്കിൽ പോലും ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, പറയരുത്. കാരണം ആ സമുദായത്തിലെ ആളുകൾ പോലും ഇത്തരത്തിൽ ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ എന്തോരം ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, വളരെ നല്ല മനുഷ്യരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവരാരും ഇത്തരം അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്ന് ആലോചിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സാദിഖ് അലി ശിഹാബ് തങ്ങളോ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ MK മുനീറോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ KNA ഖാദറോ ഇത്തരത്തിലുള്ള ആരും തന്നെ ഉന്നയിക്കാത്തൊരു അവകാശവാദം ആരും ഉന്നയിക്കുകയാണ്, PD സതീശൻ ഉന്നയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ഇതിനോടൊപ്പം ചേർത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അവരുടെ ആളുകൾ പോലും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നടക്കം നിരവധി ആളുകൾ പോലും പറയുന്നു. ഇനി ഇതൊക്കെ പോട്ടെ, അവരുടെ തന്നെ പുസ്തകശാലകളിൽ വിൽക്കുന്ന പുസ്തകങ്ങളിൽ അവരിപ്പോഴും എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം, മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്നുള്ളതാണ്. അത് സയ്യിദ് കുത്തബത്തിന്റെയും ഹസനുൽ ബന്നയുടെയും ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, കണ്ണൂർ എയർപോർട്ടിലും അതുപോലെ തന്നെ മാടായിപ്പാറയിലും സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ VD സതീശൻ ഇത് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട്, അദ്ദേഹം മിടുക്കനാണ്, അദ്ദേഹം നന്നായി പഠിക്കുന്ന ഒരാളാണെന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ ആളുകൾക്കുണ്ട്. അദ്ദേഹം ഭയങ്കര വായനക്കാരനാണെന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷെ അദ്ദേഹം വായിക്കാത്ത ബുക്കുകളിൽ ഒന്ന് ആരെങ്കിലും വീട്ടിലെത്തിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 5 പുസ്തകങ്ങൾ മേടിച്ച് പുള്ളിക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കണം. പുള്ളി വായിച്ചാൽ പുള്ളിക്ക് ബോധം വരും ഇതെന്താണെന്ന്, ഇത് വലിയ പ്രശ്നമാണെന്ന്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇത് ഒന്നും അറിയാത്ത ഒരാളാണ് VD സതീശൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒറ്റ കാര്യം, ഈ കൺസോൾട്ടേഷൻ ഉണ്ടാക്കി ഇത്തവണ അധികാരത്തിലേറാമെന്നാണ് വിചാരിക്കണം. അതിന്റെ പിന്നിൽ കനകോലുവിന്റെ ഒരു തന്ത്രം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 എങ്ങനെയാണ് ലോക്സഭയിൽ വലിയ നേട്ടമുണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, 2024 മുസ്ലിം വോട്ട് ബാങ്കുകൾ എൻറ്റയർ കൺസോൾഡേറ്റ് ചെയ്ത് വളരെ കൃത്യമായത് UDFന് കിട്ടാൻ കാരണം ഉണ്ട്. എന്തുകൊണ്ടാണ്? കാരണം മോദി വിരുദ്ധത കൊണ്ടാണ്. അതിനെ എതിർക്കണമെങ്കിൽ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അതുപോലെയുള്ള ആളുകൾ ജയിപ്പിച്ചേ മതിയാവും എന്നുള്ളത് കൊണ്ടാണ്. അത് 2019 2024 സംഭവിച്ചു. അപ്പൊ 100 110 സീറ്റുകൾ കിട്ടാം. അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയാൽ 100 സീറ്റുകളിൽ അധികം നേടി വിജയിക്കുമെന്നുള്ളത് കൊണ്ടാണ് VD സതീശൻ പോലും ആ 100 സീറ്റുകൾ പറഞ്ഞത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും എനിക്ക് സതീശനോട് പറയാനുള്ളത്, അത് ഈ കേരളത്തെ കീറി മുറിക്കാൻ പോകുന്ന, മനസ്സുകളെ പറഞ്ഞ പോലെ വിഭാഗീയമാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല ഇത് അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ പോകുന്നതായിരിക്കും. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അങ്ങനെ തീവ്ര നിലപാടുള്ള ഒരു പാർട്ടിയൊന്നുമല്ല, വളരെ മതേതര നിലപാടുള്ള ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പക്ഷെ നിങ്ങളെ പോലെയുള്ള ആളുകൾ കൂടി ഇതിന് എന്ത് ചെയ്യരുത്, പാത്രമാകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ വോട്ട് ബാങ്ക് ഒക്കെ കിട്ടാൻ താൽക്കാലികമായിട്ട് ചെയ്യും. പക്ഷെ താൽക്കാലികമായിട്ട് ചെയ്യുന്നതിനേക്കാൾ ഇത് ദൂരഭാഗമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും. കാരണം ഇത് വലിയ പ്രചരണത്തിന് സംഘപരിവാർ രാഷ്ട്രീയം ഉപയോഗിക്കും.